ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം 2025 ജൂബിലി വർഷം ഏപ്രിൽ 27 ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലെ തെരുവീഥിയിലൂടെ യേശുവിൻ്റെ കരുണയുടെ ഛായാചിത്രം അലങ്കരിച്ചുകൊണ്ട് കടന്നു പോകുന്ന വാഹന ജാഥയാണ്, സന്ദേശയാത്രയാണ് ഇന്ന് കുറവിലങ്ങാട് വിശുദ്ധ മർദ്ദമറിയം ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ യാത്രയുടെ ഉദ്ദേശം യേശുക്രിസ്തുവിനെ അറിയാത്ത അനേക ആയിരങ്ങളിലേക്ക് അവിടുത്തെ കരുണയുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ ആഹ്വാനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. ഇവിടെ ദൈവകരുണയുടെ സ്ട്രീറ്റ് മിനിസ്ട്രി എന്ന ദൈവകരുണയെ കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ അത് സുവിശേഷത്തിന്റെ തന്നെ കേന്ദ്രബിന്ദുവാണ്. ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വെച്ചു, mercy is the central nucleus of gospel message. കരുണ എന്നത് സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1846-ാം ഖണ്ഡികയില് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് സുവിശേഷം. വിശുദ്ധ ലിഖിതം പൂർണ്ണമായി പ്രത്യേകമായിട്ട് സുവിശേഷം യേശുവിന്റെ കരുണയുടെ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ മർമ്മപ്രധാനമാണ്, കേന്ദ്രബിന്ദുവാണ്. അതോടൊപ്പം തന്നെ ദൈവകരുണയുടെ ഭക്തമാർഗങ്ങൾ, ദൈവകരുണയുടെ തിരുനാൾ, ദൈവകരുണയുടെ ഛായാചിത്രം, ദൈവകരുണയുടെ നൊവേന, ദൈവകരുണയുടെ ജപമാല, ദൈവകരുണയുടെ തിരുമണിക്കൂർ, ഇതെല്ലാം സഭയുടെ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവായ വിശുദ്ധ കുർബാനയുമായി, വിശുദ്ധ കുംഭസാരവുമായി, പരിശുദ്ധ മാമോദീസയുമായി എല്ലാം എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. സഭയുടെ വിശ്വാസത്തിന്റെ അന്തസത്തയാണ് ദൈവകരുണയുടെ സന്ദേശം. ഇത് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും കൂടുതൽ കരുണയ്ക്ക് അർഹത. ഈ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ കരുണയെ കുറിച്ച്, അതിന്റെ ആഴങ്ങള് ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും ദൈവത്തിന്റെ കരുണയുള്ള ഹൃദയത്തിൽ ഇടമുണ്ട്. അവിടെ നമുക്ക് വേണ്ടിയാണ്, ഓരോ മനുഷ്യർക്കും വേണ്ടിയാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് സ്വർഗം വിട്ടിറങ്ങി വന്നത്, മനുഷ്യനായി അവതരിച്ചത്, കുരിശിൽ തറയ്ക്കപ്പെടുവാൻ അനുവദിച്ചത്, അവിടുത്തെ മാറിടം കുത്തിപ്പിളർക്കുവാനായിട്ട് അവിടുന്ന് കനിവായത്. ഈ സന്ദേശമാണ് ഞങ്ങൾ ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലെ തെരുവീഥികളിലൂടെ എല്ലാവർക്കുമായിട്ട്, ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്തവര്, അറിഞ്ഞിട്ടില്ലാത്തവർക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയെ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു.